ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് വ്ളോഗ് പ്ലസ് ക്ലീനിങ് റൊട്ടീൻ ഒക്കെ കാണിക്കാമെന്ന് വെച്ചിട്ട് ഒരു വീഡിയോ ആണ്. അപ്പം ആദ്യം തന്നെ ഞാൻ ഇന്ന് കുളിച്ചിട്ടുണ്ടായി. കുളിക്കാൻ എനിക്കിന്ന് വ്രതമായതുകൊണ്ട് ഞാനിന്ന് കുളിക്കുന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് അപ്പോഴത്തേക്ക് അമ്മച്ചി ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചു. കുളിച്ച് പല്ലേച്ച് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ അതിനുശേഷം നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം അമ്മച്ചി ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഞാൻ അതും എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പം രാവിലത്തെ ഫുഡ് എന്ന് പറയുന്നത് ദോശയും സാമ്പാറായിരുന്നു. നല്ല ദോശയായിരുന്നു. സാധാരണ ഇങ്ങനെ നന്നാറാവാറില്ല, പക്ഷേ ഇന്നത്തെ ദോശ നൈസായിരുന്നു. അതിനുശേഷം വൃത്തിയാക്കുന്ന പരിപാടികളാണ്. അപ്പം ഞാൻ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ മാക്സിമം ഞാൻ എല്ലാം വൃത്തിയാക്കാറൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരുടെയും വീട്ടിലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെയും എന്നും ക്ലീൻ ചെയ്താലും പൊടികൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ എൻ്റെ റൂം തന്നെ വൃത്തിയാക്കിയിട്ട് ബാക്കി എല്ലായിടത്തും ഞാൻ ചെയ്യാറുള്ളൂ. അപ്പം ജനലെല്ലാം തൂത്ത് നമ്മുടെ സൈഡ് ടേബിളും കാര്യങ്ങളും എല്ലാം പൊടിയെല്ലാം തൂത്ത് തുടക്കുകയാണ്. അതിന് ശേഷം നമ്മുടെ ഗ്ലാസ് എപ്പോഴും ക്ലീൻ ആക്കി വെച്ചേക്കണം എന്നാണ് വാസ്തുപ്രകാരം പറയുന്നത്, നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി. അപ്പം ഞാനെപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. മുഖം നോക്കുന്ന കണ്ണാടി എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഞാനൊരു ഗ്ലാസ് ക്ലീനർ വെച്ചിട്ട് ആദ്യം നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൂടുതലും ഇതിനകത്ത് എല്ലാ ദിവസവും ചെയ്യുന്ന പരിപാടികളല്ല ഇത്. സമയം കിട്ടുമ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെയല്ല മിക്ക ദിവസങ്ങളിലും. അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതിനുശേഷം എല്ലാം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് എന്തായാലും എല്ലാം അടുക്കി പറക്കിയെന്ന് വെച്ചാലൊന്നും അവിടെ ഇരിക്കില്ല. അപ്പം ഇവിടെയും അങ്ങനെ എല്ലായിടത്തും വലകൊലൊക്കെ ഇരിക്കും കിടക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാം റൂമിലായാലും എല്ലാം അടുക്കി പറക്കിയൊക്കെ വെക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് ഞങ്ങൾ കോർണറിൽ ഞങ്ങളുടെ ഒരു ഡ്രോയിങ് ആണ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ അവിടെ. അപ്പോൾ അത് ഞാനിങ്ങനെ കോർണറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് തുളയ്ക്കാറുണ്ട്. അതിലുൾപ്പെടെ പൊടി വരും. റൂമിൽ വെക്കുന്ന സാധനങ്ങളിലെല്ലാം അപ്പടി പൊടിയാവും. അത് എന്ന് വെച്ചാൽ അതെങ്ങനെ വരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ ജനലൊക്കെ തുറന്നിരുന്നുകൊണ്ടായിരിക്കാം. എന്നാൽ ഇപ്പം മഴക്കാലമാണ്, എന്നാലും പൊടിയുണ്ട്. എന്തിലോട്ടെ. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ബെഡ് വൃത്തിയാക്കി ഇടുന്നത് ഞാൻ നിർബന്ധമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അന്നത്തെ ഡേ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണൊരു റെമഡി ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഇതും നിർബന്ധമായിട്ടും രാവിലെ എണീക്കുമ്പോൾ ബെഡ് വൃത്തിയാക്കിയിട്ട് ചെയ്യണം. അപ്പം നമുക്ക് റൂമിൽ കയറുമ്പോഴൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അന്നത്തെ ദിവസവും നല്ല രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും കൂടെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നമ്മുടെ കുട്ടി എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന് പാമ്പേഴ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ഫുഡൊക്കെ കൊടുക്കും. ഫുഡ് കൊടുക്കുന്നത് അവന് നല്ല ടാസ്ക്കുള്ള പണിയാണ്. അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ആദ്യം റൂം എന്തായാലും പൊടിയൊക്കെ തൂത്ത സ്ഥിതിക്ക് അത് തൂത്ത് വൃത്തിയാക്കി മാറ്റാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത്. എൻ്റെ റൂം ആദ്യം ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ളവരുടെ റൂം വൃത്തിയാക്കാറുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ചെയ്യണത്. അതിന് ശേഷം നമ്മൾ പുതിയൊരു പട്ടീനെ കിട്ടി ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ അതിന് കുത്തി വെക്കാനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ വീഡിയോ ആണിത്. അപ്പോൾ ഞങ്ങൾ അതിന് 45 ദിവസം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വാക്സിനേഷൻ എടുക്കാൻ കൊണ്ടുപോയിരുന്നു. അപ്പം അതിനെയൊക്കെ കൊണ്ടുപോയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വേറെ ഡ്രസ്സിലോട്ട് മാറി. കുഞ്ഞിനെയൊക്കെ എടുക്കുന്നതല്ലേ, അപ്പം പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഹോള് വൃത്തിയാക്കുന്ന പരിപാടിയാണ്. ഏറ്റവും കൂടുതൽ പൊടിയും അഴുക്കൊക്കെ ആവണത് ഹോളിലാണ്. എന്ന് വെച്ചാൽ കൂടുതലും എല്ലാവരും ഇരിക്കണതും യൂസ് ചെയ്യണ സ്ഥലവും നമ്മുടെ ഹോളിലായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും വാലകോലയൊക്കെ ആയിരിക്കും കിടക്കണത്. അങ്ങനെ ഞാൻ പൊടിയെല്ലാം തൂക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിൽ തന്നെ കൃഷ്ണൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മിക്ക ദിവസങ്ങളിലും തുടയ്ക്കാറുണ്ട്. അത് എന്താ പറയുക, അതൊക്കെ ചെയ്യുന്നൊരു മനസ്സിൻ്റെ ഒരു സന്തോഷമല്ലേ. അപ്പം ഞാനത് എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. അപ്പം അത് ചെയ്യായിരുന്നു. എന്നിട്ടുള്ള പരിപാടി എന്താ, പിന്നെ അതിന് ശേഷം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പൊടിയൊക്കെ അടിച്ച് ഞാൻ വിശന്ന് തുമ്മി ക്ഷീണിച്ച്. അങ്ങനെ എനിക്ക് വിശന്നപ്പോഴത്തേക്ക് അവലോസ് കൂടി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് തിന്നുന്ന രംഗമാണ് കേട്ടോ അത്. അതിന് ശേഷം വീണ്ടും ബാക്കി ഒതുക്കൽ പരിപാടിയിലോട്ട് വന്നു. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. നമ്മുടെ വീട് വൃത്തിയാക്കുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പം
പിന്നെ എന്നൊക്കെയുണ്ട്, മഴയൊക്കെ ഉണ്ട് എല്ലായിടത്തും, എല്ലാ സ്ഥലങ്ങളിലും. ഇവിടെ മഴ കാരണം പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പടി മഴയായാലും നമുക്ക് എന്താ തുണി പോലും ഉണക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്കിവിടെ. എന്താല്ലേ, വെയിൽ ചൂടാകുമ്പോൾ മൊത്തത്തിൽ ചൂടും, വെള്ളമാകുമ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ വെള്ളപ്പൊക്കവും, വൃത്തിയായിട്ട അവസ്ഥയല്ലേ. അങ്ങനെ ഇത് ഇപ്പോൾ ചേട്ടൻ്റെ റൂമാണ്. അവൻ്റെ റൂം ഞാൻ വൃത്തിയാക്കണം. അവൻ വൃത്തിയാക്കത്തില്ല. വാലാകോല ഇട്ടിട്ട് അവൻ്റെ തോന്നി കണക്ക് ഇട്ടിട്ട് അങ്ങ് പോവും. അവൻ എല്ലായിടവും തൂത്ത് വൃത്തിയാക്കി ഏറ്റവും അവസാനം ചെയ്യണ പരിപാടിയാണ് എല്ലാം വൃത്തിയാക്കിയിട്ട് തൂക്കണത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ മോർണിംഗ് റുട്ടീൻ എന്ന് പറയണത്. മോർണിംഗ് റുട്ടീനല്ല, ക്ലീനിങ് റുട്ടീൻ. രാവിലെ ഇത്രയൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.